പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും മോമോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിയായിട്ട് ടൊമാറ്റോ ചട്നിയാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാട്ടോ. നമ്മൾ തക്കാളി പല രീതിയിൽ ചട്നി ഉണ്ടാക്കാറുണ്ടല്ലോ, പക്ഷേ ഈ ചട്നി നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം കേട്ടോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 3 തക്കാളി ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഉണക്കമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 5-6 ഉണക്കമുളകും പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി. നിങ്ങൾക്ക് എരി വേണ്ടാന്നുണ്ടെങ്കിൽ പിരിയമുളക് ചേർത്താൽ മതി കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇത് നല്ലതുപോലെ വെന്ത് വന്ന ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ തൊലി ഒന്ന് മാറ്റി കളയണം. തൊലി കളഞ്ഞ ശേഷം വേണം നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ നല്ലതുപോലെ ചൂടാറിയ ശേഷം വേണം ഈ തക്കാളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടെ ഒന്ന് അരച്ചെടുക്കാൻ. അപ്പോൾ നല്ലതുപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അല്പം പോലും വെള്ളം ചേർക്കല്ലേ. അതിനുശേഷം ഒരു കടായി അടുപ്പിലിട്ട് വെച്ച് കൊടുക്കാം. കടായി ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയേ. അതിനുശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച തക്കാളിയുടെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കല്ലേ. നമ്മൾ അരച്ച ആ കൂട്ട് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നാരങ്ങയുടെ നീരാണ്. ഒരു മുറി നാരങ്ങയുടെ നീര് നമുക്ക് കുരുവില്ലാതെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഉപ്പാട്ടോ. ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കും. ഞാൻ 1/2 സ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്ത ശേഷം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പഞ്ചസാര നമുക്ക് മധുരം എന്തോരം വേണം അതനുസരിച്ച് മധുരത്തിന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ 2-3 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ പുളിയും മധുരം എല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ടേസ്റ്റാണ്. അതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത് കെച്ചപ്പാണ്. അതും കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മാത്രം മതിയേ. ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തക്കാളി എടുക്കുന്നതിൻ്റെ അനുസരിച്ചിരിക്കും കേട്ടോ. നമുക്കിത് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 2-3 തക്കാളിയൊക്കെ മതി കേട്ടോ. അപ്പോൾ അതാണ്ട് റെഡിയാക്കി വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമ്മുടെ തക്കാളി ചട്നി റെഡിയായിട്ട് വന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ദോശയാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ. പുളിയും മധുരമൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിള്ളേർക്കൊക്കെ കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുവേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം തക്കാളി കൊണ്ട് ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കും കേട്ടോ. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.